കണ്ണാടി വെച്ചിരിക്കുന്നത് എനിക്ക് പേടിക്കാതിരിക്കാൻ വേണ്ടിയില്ല. കാരണം എനിക്ക് അധികം ഒന്നും കാണുന്നില്ല. റിയലി ഹാപ്പി. കാരണം ഇവൻ ഇങ്ങനത്തെ റൈറ്റ്സ് ഒക്കെ ഛർദ്ദിക്കാൻ വരുന്നതാണ് ഇവൻ എൻ്റെ കൂടെ കയറത്തില്ല. അപ്പം എനിക്ക് ഒറ്റയ്ക്ക് കയറാനും പറ്റുന്നില്ല. ജീവിതം മൊത്തം ഒരു കറക്കമായിരിക്കും. അതെ, കാണാം. ഇത്ര ആൾക്കാരെ ഞാൻ ആദ്യമായിട്ടാണ് ഒരുമിച്ച് കാണുന്നത്. സത്യമായിട്ട് റിയലി എക്സൈറ്റഡ്. എന്നെ ഒത്തിരി പേര് സ്റ്റെയർ ചെയ്യുന്നതാണ്. പക്ഷേ എനിക്കിപ്പോൾ ആ നാണോ മാനോ എല്ലാം ഐ ജസ്റ്റ് ഡോണ്ട് കെയർ. കാരണം അഭിജിത്ത് രാജീവിന് വീഡിയോയിൽ വരണം അല്ലേ? അതല്ലേ? അതുകൊണ്ടല്ലേ? അതുകൊണ്ടാണ്. നിനക്കെതിരെ കേസ് എടുക്കും മിക്കവാറും ഇങ്ങനെയൊക്കെ പറഞ്ഞു. കാരണം like, share, subscribe. യാളിക്കട മനുഷ്യരെക്കാളും കൂടുതൽ പട്ടികളെയാണ് കാണാൻ. വീട്ടിലിരുന്നാണ് പുള്ളി ജനിച്ചതും സ്റ്റോറീസൊക്കെ എഴുതിയതും ഇത്രയും കോൺട്രിബ്യൂഷൻസ് ഒക്കെ ചെയ്തതും. ഷേക്സ്പിയർ എഴുതിയ പേന തിരിഞ്ഞപ്പോൾ പുള്ളി എന്നെ ഇങ്ങനെ ഫോൺ വിളിക്കുന്നതൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും. യൂട്യൂബ് ബ്രൂട്ടസ്. എങ്ങനെയുണ്ട്? ഇങ്ങോട്ട് നീങ്ങിയിരുന്നോ? കയറിയിരി, എൻ്റെ അടുത്തോട്ടിരി. എൻജോയ് ചെയ്യോ? കൊള്ളാണോ?
ഞാൻ മൈക്ക് എടുക്കാൻ പറഞ്ഞിരിക്കുന്നു. അത് വലിയൊരു എപ്പോഴത്തെ പോലെ ഇവിടെ ഭയങ്കര ആൾക്കാരാണ്. നമ്മളിപ്പോൾ ഉള്ളത് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ സ്ട്രാറ്റ്ഫോർഡ് അപ്പോൺ ഐലൻഡിലാണ്, ഷേക്സ്പിയറിൻ്റെ ബർത്ത് പ്ലേസിൽ. അപ്പം നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഷേക്സ്പിയറിൻ്റെ സ്ഥലത്തേക്കാണ്. ആൻഡ് ഇവിടെ നമ്മൾ വന്നത് ഒരു അടിപൊളി ഡേയിലാണ്. ഇവിടെ കുറേ ഫ്ലീ മാർക്കറ്റും ഫുഡ് മാർക്കറ്റും ഒക്കെ നമ്മൾ കണ്ടു. പിന്നെ കുറച്ച് റൈഡ്സ് ഒക്കെ കണ്ടു. വിച്ച് ഐ എം റിയലി എക്സൈറ്റഡ് അബൌട്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഷേക്സ്പിയറിൻ്റെ അങ്ങോട്ടേക്ക് പോകാം. അതിനുശേഷം നമുക്ക് ബാക്കിയെല്ലാം കവർ ചെയ്യാം. ആൻഡ് ലക്കിലി ഇന്ന് നല്ല പൊളി വെതറാണ്. ഞാൻ ഓർത്ത് മിക്കവാറും തണുത്ത് വിറച്ചിരിക്കേണ്ടി വരും, പക്ഷേ നല്ല കിഡിലൻ വെതറാണ്. അപ്പോൾ എല്ലാം കൊണ്ട് നമുക്ക് കിഡിലൻ ഡേ ആണെന്ന്. നിങ്ങൾ ഇവിടുത്തെ ഒരു തിരക്കൊന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. എനിക്കിപ്പോൾ ഒരു നാണോ മാലയില്ലാണ്ടായി പഴയ പോലെ വരുന്നുണ്ട്. എനിക്ക് ഇടയ്ക്ക് എനിക്കൊരു ഓക്കേർഡ്നെസ് ഉണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ, പക്ഷെ ഇപ്പം ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ വെളിയിറങ്ങി അങ്ങനെ ഗ്രേറ്റ് മാൻ പുള്ളിയുടെ സ്ഥലത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ തന്നെ ഒരു ഗ്രേറ്റസ്റ്റ് കോൺട്രിബ്യൂട്ടർ. എന്തായാലും ഒരു സ്ഥലം ഒരാളുടെ പേരിൽ അറിയപ്പെടുക. ഇതാണ് നമ്മുടെ ആക്ബത്തും ജൂലിയസ് സീസറും ഒക്കെ ഇതിനകത്തുനിന്നായിരിക്കും ഇറങ്ങി വന്നല്ലേ. പുള്ളി താമസിച്ച വീടാണ് കഴിച്ചത്. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ പഴയ ഇതിലേക്കൊക്കെ. ഇതൊക്കെ നല്ല കിഡിലൻ പഴയ ബിൽഡിങ്ങുകളാണ്. ക്രിസ്മസ് വൈബ് കണ്ടിട്ട് നമ്മൾ കയറുവാണ്. ഓ അയ്യോ ഭയങ്കര ക്യൂട്ട് സ്റ്റെപ്സ്.
നല്ല കിടിലനൊരു ഷോപ്പായിരുന്നു അത്. മൈക്ക് എടുക്കാൻ വല്ലാത്തൊരു മണ്ടത്തരായിപ്പോയി. എൻ്റെ അബി ഓടിപ്പോയി. എന്താ എൻട്രി ടു ഞാൻ പറയാം നീ ഓടിപ്പോയെന്ന്. പക്ഷെ അവിടെ അവർ എഴുതിയിരിക്കുന്നത് 121 സ്ലീപ്സ് ടു ക്രിസ്മസ്. പൊളിയല്ലേ, നല്ല ഒരു ഭയങ്കര ഒരു യുണീക്ക് ഷോപ്പ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ടൈം ആട്ടോ ക്രിസ്മസ് സാധനങ്ങളൊക്കെ ഇങ്ങനെ ഷോപ്പിൽ കണ്ടിട്ടുള്ളത്. ഇവിടെ വന്നിട്ട് നീ എങ്ങോട്ടാ പോന്നെ? അവരെയൊക്കെ നിനക്കെങ്ങനെ അറിയാം? അപ്പൊ നമ്മുടെ പ്ലാൻ എന്താണ്? നമ്മൾ ഇതിന്റെ അകത്ത് കേറുന്നുണ്ടോ? ഇവിടെ മനുഷ്യരെക്കാളിലും കൂടുതൽ പട്ടികളെയാണ് കാണാനുള്ളത്. ഞങ്ങളത് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ബോബിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. സ്ട്രീറ്റ് ആർട്ട് ഞാൻ പറഞ്ഞില്ല കഴിച്ചു. ഇവിടെ നല്ല വെതറാണ്. ഇപ്പോൾ ഇവിടെ സമയം ഒരു 4 മണി 5 മണിയൊക്കെ ആയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഭയങ്കര കിടിലാണ്. നമുക്ക് ഫുൾ ആൾക്കാരെ കാണാം. ഇത്ര ആൾക്കാരെ ഞാൻ ആദ്യമായിട്ടാണ് ഒരുമിച്ച് കാണുന്നത്. സത്യമായിട്ട് ന്യൂകാസിൽ പോയപ്പോഴായിരുന്നു ഇതുപോലെ അത്യാവശ്യം ഇതിനടുത്ത ആൾക്കാരെ കണ്ടിട്ടുള്ളത്. ഇല്ല, അത് ശരിയായിട്ട് ഇവിടെ പ്രോപ്പർ ബ്രിട്ടീഷ് സ്ഥലമാണ്. അതനുസരിച്ച് എല്ലാത്തിനും റേറ്റും അതുപോലെ കാണുന്നുണ്ട്. നമ്മളിതാ ഒന്നുകൂടെ നമ്മൾ ഷേക്സ്പിയറിൻ്റെ ഈ വീട്ടിൽ ഇരുന്നാണ് പുള്ളി ജനിച്ചതും സ്റ്റോറീസൊക്കെ എഴുതിയതും ഇത്രയും കോൺട്രിബ്യൂഷൻസ് ഒക്കെ ചെയ്തതും. സംഭവം തന്നെ അല്ലേ. അപ്പം നമ്മൾ ഷേക്സ്പിയറിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതിന് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് വരുന്നത്. നമ്മൾ ഈ പഠിച്ച ആ പാഠത്തിലേക്ക് ആ റൈറ്ററിനെ നമ്മൾ ആ റൈറ്റർ താമസിക്കുന്ന സ്ഥലം അതെല്ലാം നമ്മളിങ്ങനെ ഫ്രണ്ട് നിന്ന് കാണുവാണ്. ഞാൻ ഇവിടെ വന്ന് UK വന്ന് വ്ളോഗൊക്കെ എടുക്കുന്നത്. പണ്ട് 7th ഇരുന്ന് മറ്റേ മാക്ബത്ത് അതൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് 7th അപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ എൻ്റെ ലൈഫിൽ ഞാനിവിടെ വരുമെന്നോ ഇതിൻ്റെ ഫ്രണ്ട് വന്ന് നിൽക്കുമെന്നോ ഒക്കെ. സോ റിയലി എക്സൈറ്റഡ്. എന്നെ ഒത്തിരി പേര് സ്റ്റെയർ ചെയ്യുന്നതാണ്. പക്ഷേ എനിക്കിപ്പോൾ ആ നാണോ മാനോ എല്ലാം പോയി. ഐ ജസ്റ്റ് ഡോണ്ട് കെയർ. എനിക്കൊന്നും അബിക്ക് ഫോക്കസ് മാറി പോകുന്നുണ്ടോ എന്ന് ചെറിയൊരു പിന്നെ ഡോഗ്സിനെ കണ്ടായിരുന്നു. ഷേക്സ്പിയറിൻ്റെ ഒരു ഗിഫ്റ്റ് ഷോപ്പിൽ വന്നിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ ഇതിൻ്റെ അകത്ത് കയറണ്ടെന്ന് വിചാരിച്ചു. കാരണം നമുക്ക് ടൈമില്ല. ഇപ്പം ഓൾമോസ്റ്റ് 5 ആയി. നമുക്ക് വീട്ടിൽ പോകണം. നാളെ വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് കയറി ജസ്റ്റ് ഷേക്സ്പിയറിൻ്റെ കുറച്ച് സംഭവങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരാം. ഒരു ഗിഫ്റ്റ് ഷോപ്പാണ്. നല്ലൊരു സ്മെല്ലല്ലേ. വീടിൻ്റെ പിന്നാമ്പുറം. നമ്മൾ പിന്നീട് ഒരു ദിവസം വന്ന് നമുക്ക് ഒരു ടൂർ എടുക്കാം. അത്യാവശ്യം വലിയ വീടല്ലേ അന്നത്തെ കാലത്ത്. ഷേക്സ്പിയർ എഴുതിയ പേന. അതിന്റെ കുറെ കോപ്പി.
ഓക്കെ, താങ്ക് യു. എന്തോ അടിച്ചു വിളിക്കാൻ. പുള്ളി നീ തിരിഞ്ഞപ്പോ പുള്ളി എന്നെ ഇങ്ങനെ ഫോൺ വിളിക്കുന്നൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും. നീ അങ്ങോട്ട് പോകണ്ടോ? എൻ്റെ ലിസ ടീച്ചർ ഉണ്ടല്ലോ, എൻ്റെ കൂടെ BK പഠിച്ചവർക്കറ ലിസ ടീച്ചർ ഇതുപോലെ നമുക്ക് ഷേക്സ്പിയറിൻ്റെ മാക്ബത്ത് ഇതുപോലെ നമ്മൾ കാണാതെ പഠിച്ച് റിസൈറ്റ് ചെയ്യണം പോലെ അങ്ങനെയൊക്കെ പറഞ്ഞു. എനിക്കിങ്ങനെ അതൊക്കെ ഓർമ്മ വരുന്നു. എനിക്ക് പണ്ട് സ്കൂളിലേക്കൊക്കെ തിരിച്ചത്. ഇത് പണ്ട് ലിസ ടീച്ചർ നമ്മളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുമായിരുന്നു. ഈ ഡ്രാമ യൂട്യൂബ് റൂട്ടസ് ഭയങ്കര ഒരു ഫീല്. ഞാൻ സ്കൂൾ ലൈഫിലോട്ടും കുറേ ബാക്കിലോട്ടല്ലേ നല്ല രസമുണ്ടായിരുന്നു. എൻ്റെ മനസ്സിൽ ഇവിടുന്ന് വെളിയിൽ പോയിട്ട് എനിക്ക് ആ റൈഡിൽ കയറണം. പിന്നെ ഞാൻ ഒന്നും കഴിക്കാതെ ഇറങ്ങി. അപ്പോൾ എനിക്ക് കുറച്ച് ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യണം, എല്ലാം നടക്കണം. അത് ആ റൈഡിൽ കയറത്തില്ല എൻ്റെ കൂടെ. ചിറ്റപ്പന് ഇഷ്ടമോ ഷേക്സ്പിയറിനെ? ചിറ്റമ്മ നമ്മളോട് പറഞ്ഞു പോകണമെന്ന്. ചിറ്റമ്മ നമ്മളോട് പറഞ്ഞു എനിക്കിങ്ങനെ അയച്ചു തന്നായിരുന്നു സ്ട്രാറ്റ്ഫോർഡ് പോകണം. ഓ ഓക്കെ ഓക്കെ. Who alone are you? ഇതൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യം തന്നെ. നമ്മൾ തിരിച്ച് നമ്മൾ വന്ന് ഇറങ്ങി ആ സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിക്കാം. അവിടെ കുറച്ച് നമ്മൾ ഫുഡ് ഷോപ്സും ഒക്കെ കണ്ടിരുന്നു. ഇവിടെ നല്ല അടിപൊളിയായിട്ടൊരു പെൺകുട്ടി വയലിൻ വായിക്കുന്നു. ഞാൻ കാണിച്ചു തരാം. എന്തു ഗാംഭീര്യമുള്ളവരല്ലേ വില്യം ഷേക്സ്പിയർ. സ്ട്രാറ്റ്ഫോർഡ് അപ്പോൺ എവൻ. കിഡിലൻ പേരാണ്. അതിനെന്താ വജു? നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഗൈസ്? കിഡിലൻ എന്ന് കേൾക്കുന്നതിന് നമ്മള് ഇറങ്ങി. സൈറ്റ് സീയിങ് ബസ്സാണ് ഗൈസ്. കുറച്ച് ദൂരം നടന്ന് നമ്മൾ ഷേക്സ്പിയർ സ്കൂളിലും പുള്ളി പഠിച്ച സ്ഥലം തോന്നുന്നു. നമ്മളതിൽ നടക്കുവാണ്. കറങ്ങുമല്ലേ തന്നിലൂടെ. ജീവിതം മൊത്തം ഒരു കറക്കമല്ലേ.
ആർക്കറിയാം, പണ്ട് ഇവർ ചിലപ്പോൾ നടന്ന വഴിയായിരിക്കും ഇതൊക്കെ. ഹൊററൊക്കെ ഉണ്ടല്ലോ ഇപ്പം ഇത് കാണാനില്ല. പണ്ട് എൻ്റെ ടോം ആൻഡ് ജെറിൻ്റെ ഒക്കെ ബേസ്മെന്റ് ഉണ്ട്. അയ്യോ ഇതാരാ നോക്ക്. ഹലോ ശരി അപ്പൂപ്പ. ഇന്ന് നിങ്ങളെ ഫുൾ തന്നെ ക്യാമറേൻ്റെ ബാക്കിലായിരിക്കും. അന്ന് അബിക്ക് ഇന്ന് വീഡിയോ എടുക്കാൻ വയ്യെന്ന് പറഞ്ഞു. സോ ഫുൾ എൻ്റെ തലയില്. കാരണം അഭിജിത്ത് രാജീവിന് വീഡിയോയിൽ വരണം അല്ലേ? അതല്ലേ? അതുകൊണ്ടല്ലേ? അതുകൊണ്ടാണ്. We are moving to our favorite area. What is it? എന്താണ്? വന്നിരുന്ന് എൻജോയ് ചെയ്യുക. കൊള്ളാമല്ലോ. ഹായ്, എനിക്ക് ആ കറങ്ങുന്ന സാധനത്തിൽ പോകണം. പീസ്ഫുൾ അല്ലേ? നിൽക്കുവാണ് ഗൈസ്. അത് എടുക്കുന്നുണ്ട്. ഭയങ്കര ഹെൽത്തി സാധനമാണ്. നമ്മുടെ ലക്ഷ്യം. എന്നോട് ഇഷ്ടപ്പെട്ടോ? ചുറോസ് ഫ്ലോപ്പ് ആയിരുന്നല്ലേ? എനിക്ക് ഭയങ്കര മധുരമായിട്ട് തോന്നി. പിന്നെ മാവ് വേവാത്ത മധുരം ഓക്കെ, പക്ഷെ മാവ് വെന്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ കഴിക്കാൻ. എനിക്ക് മധുരം താല്പര്യം. കനാൽ ബേസിനിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇവിടെ എത്രാമത്തെ തൊട്ടോ വരുന്നത്? ഇവിടെ അത് സ്റ്റക്കായി പോയോ? കുറച്ച് നേരമായിട്ട് ആൾക്കാർ അവിടെ നിൽക്കും. സ്വാനൊക്കെ ഉണ്ട് അടുത്ത്. ഇതിപ്പോ പ്രാവിന് കൊടുക്കണോ ഗീസിന് കൊടുക്കണോ? പോവാണോ? നിനക്കെതിരെ കേസെടുക്കും മിക്കവാറും ഇങ്ങനൊക്കെ പറഞ്ഞു. ആ കണ്ണിലൂടെ കാണാതെ ഇവരെ. അതുണ്ടോ? എന്താ ക്യൂട്ടായിട്ടുള്ള ഞാൻ പുറകെ ഓടട്ടെ. എന്താ എങ്ങോട്ടാ?
അറിയാവോ? ഡു യു നോ മീ? കേറണം. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ വന്ന് നമ്മൾ പോയിട്ടുള്ളതിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സ്ഥലം. എൻ്റെ വലിയൊരു ആഗ്രഹം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അത് സമ്മതിച്ചിരിക്കുകയാണ് കയറാനായിട്ട്. അപ്പോൾ ഐ എം റിയലി ഹാപ്പി. കാരണം ഇവൻ ഇങ്ങനത്തെ റൈഡ്സ് ഒക്കെ ഛർദ്ദിക്കാൻ വരുന്നതാണ്. ഇവൻ്റെ എൻ്റെ കൂടെ കയറത്തില്ല. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് കയറാനും പറ്റത്തില്ല. ഞാൻ ഇത്രയും വലിയൊരു ജൈന്റ് വീൽ ഞാനിവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. എക്സൈറ്റഡ്. നോക്കി എനിക്കൊന്നും ഇങ്ങനെ നമ്മള് കേറിയിരിക്കുവാണ്. എങ്ങനെയുണ്ട് അഭി കാത്തിരിക്കും. ഇങ്ങനെ നമ്മൾ കേറി നമ്മളെ ഏറ്റവും കറക്റ്റ് സെന്റർ. അയ്യോ എന്താ കിട്ടില്ലാടാ. ഇതാണ് നമ്മളിവിടെ ഓൾമോസ്റ്റ് എല്ലായിടവും കവർ ചെയ്തു കേട്ടോ. താഴെ പോവാം. എന്നിട്ട് നമ്മളാണോ നടുക്ക്? എന്റെ മോനെ ഈ സൈഡ് നോക്കിയേ. നിനക്ക് പേടിയില്ലടാ? അതെ അനങ്ങി കിട്ടില്ല. ഇതല്ല സെന്റർ. പുറകിലോട്ട് നോക്ക്. നമ്മള് സൈഡിൽ നമ്മൾ ഏറ്റവും അയ്യോ എനിക്ക് പേടിയായിട്ട് വയ്യ. നല്ലപോലെ എനിക്ക് റൈഡ് കയറാൻ ഭയങ്കര ആവേശം, ഡോപ്പമിൻ റഷും ഒക്കെ. പക്ഷെ കയറി കഴിഞ്ഞാൽ ഞാൻ എന്റെ മുട്ട് പറയും. ഇന്നലെ ഞാനൊരു റൈഡിൽ കയറിയുള്ളൂ കവൻട്രി, ഇതുപോലെ പൂർണ്ണമായിട്ട്. എന്തോ എങ്ങനെയുണ്ട്? അങ്ങോട്ട് നീങ്ങിരുന്നോ? കേറിയിരി, എന്റെ അടുത്തോട്ടിരി. ഇപ്പൊ എനിക്ക് ധൈര്യം വന്നു. നമ്മള് അത്യാവശ്യം കവർ ചെയ്യും. ബാക്കിലോട്ടൊന്ന് നോക്കിയാ നീ പേടിക്കും. ബാക്കിലോട്ടൊന്ന് നോക്കി. അല്ല ഇപ്പുറത്തെ റൈറ്റ് സൈഡിൽ കൂടെ പുറകോട്ട് നോക്കി. എനിക്ക് പേടി വന്നു. കണ്ണാടി വെച്ചിരിക്കുന്നത് എനിക്ക് പേടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാ. കാരണം എനിക്ക് അധികം ഒന്നും കാണുന്നില്ല. കണ്ണാടി വെച്ചല്ലേ. ഇവരിങ്ങനെ ആൾക്കാരെ കേറ്റിക്കൊണ്ടിരിക്കോ? അല്ല പേടിയുണ്ടോ? അഭിജിത്ത് രാജീവ് എന്തെങ്കിലുമൊക്കെ കണ്ട് പേടിക്കുന്ന എനിക്ക് ഇഷ്ടമാണ്. ഒരു പേടിയില്ലാതെ അമ്മേ. നീ എന്റെ അടുത്ത് വന്നപ്പോ എനിക്ക് ഭയങ്കര ധൈര്യമായി. ഇപ്പൊ പേടിയല്ല പോയല്ലോ. അങ്ങനെ നമ്മള് സ്ട്രാറ്റ്ഫോർഡ് വന്നിട്ട് ഇങ്ങനെ ചെരിച്ചു വെക്കണ. ഇനി എന്താ സ്പീഡിൽ പോകുന്നേ. ഇഷ്ടായോ? ആണ്ട കുഞ്ഞിന് ഇഷ്ടായോ? പുളിപ്പിക്കില്ലല്ലേ? എന്റെ അമ്മേ ഈ സ്പീഡ് കൂട്ടരുത്. അമ്മേ എനിക്ക് പേടിയാവുന്നു. ഈ പുറകെ ചാരി ഇരിക്കുന്ന സാധനം തെറിച്ചു പോയോന്ന് ആലോചിച്ചാൽ. ലൈക്ക്, ഷെയർ,
Subscribe. to our YouTube channel. എനിക്കിത് നല്ലൊരു വ്ളോഗ് എടുക്കാൻ പ്ലാൻ ചെയ്തത് സ്പീഡ് പോലെ സ്പീഡ് കൂടി. ആദ്യമായിട്ടാണ് തോന്നുന്നത് ഛർദ്ദിക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ ഓവർകം ചെയ്യും. ഇതിന് ഭയങ്കര ഹൈറ്റ് ഫിയർ ആണ് ഗൈസ്. ഞാൻ പതിയെ പതിയെ നമുക്കെല്ലാം ഓവർകം ചെയ്യാം. എനിക്കും ഭയങ്കര പേടിയാണ് ഹൈറ്റ്. ഇതെന്റെ സെക്കൻഡ് എക്സ്പീരിയൻസ്. എനിക്ക് ഗൗരിയെ മിസ് ചെയ്യുന്ന അബി. Since I'm coming home, well, my body's been best. Miss your ginger hair and the way you like to dress. Why does it അതുകൊണ്ട് 3 ഡക്ലിങ്സ്. ഭയങ്കര ബ്യൂട്ടിഫുൾ സ്ഥലം. അവർക്ക് എല്ലാം അവരുടെ ആക്കാം. ബുക്കാറോ ആയോ അബി? ബുക്കാറായി. ബുക്കാറോ ചിന്നക്കുട്ടി. നമ്മള് ഫുഡ് ബുക്കാറോക്ക് കയറാൻ പോകണം. അപ്പം നമ്മൾ ഈ ലോക്ക് പ്ലേസിന് നല്ല ഇനി കഴിച്ചില്ലെങ്കിൽ പ്രശ്നം. അറിയാലോ തന്നെ. അതെ. നമ്മുടെ ഫുഡ് വന്നു. എന്തൊക്കെയാ? ഇത് പ്ലാറ്റർ. ചിക്കൻ ഉണ്ട്, പ്രോൺസ് ഉണ്ട്, ബീഫുണ്ട്, ലാമ്പുണ്ട്, 4 സാധനമുണ്ട്. പിന്നെ ലാമ്പ്, ജംഫീസ്, തന്തൂരി റൊട്ടിയാണോ? അപ്പോൾ ഗൈസ് നമ്മുടെ സ്ട്രാറ്റ്ഫോർഡ് ബ്ലോഗ് ഇവിടെ എൻഡ് ചെയ്യുവാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കിട്ടുന്നവരെ ബൈ. അപ്പോൾ അബി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.